റെഡി? പെണ്ണ് താഴെ വയ്ക്കും പ്ലീസ്. നിങ്ങൾ പിന്നെ പെണ്ണ് താഴെ വയ്ക്കുന്നില്ലേ? പറയുന്ന ആൾക്കാർ നോക്കുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഞാൻ അങ്ങനെ കാണും. എഴുതിയ ആൾക്കാരൊന്ന് കൈബന്ധിക്കും. നമുക്ക് പൊതുജനങ്ങൾ ആരെങ്കിലാണ് ചോദിക്കാം. ബാക്കില പൊതുജനങ്ങൾ ഒരാൾ പറഞ്ഞോളി. 3:45 നാഴിക. LP വിഭാഗം ആരെങ്കിലും ഉണ്ടോ? ഇല്ല. UP വിഭാഗം ആരും? നോക്കാം, നോക്കണേ 3:45 നാഴി. ഹൈസ്കൂളോ? ആരുമില്ല. ഒരു അത്ഭുതമാണല്ലോ. പൊതുവിഭാഗം വേഗം പറയും. എത്ര പറഞ്ഞോളൂ, വേഗം പറയല്ലേ. 1 ശരി. ഇനി അതേമാതിരി സിമ്പിൾ ചോദ്യം ചോദിച്ചോട്ടെ. 3:45 നാഴിക എന്ന് പറഞ്ഞില്ലേ, അത് ശരിക്കും എത്ര ടൈം? നമ്മൾ ഇപ്പോഴത്തെ ടൈം പ്രകാരം 3:45 നാഴിക കൊണ്ട് കൊന്നതല്ലേ പറഞ്ഞത്? വലിയ സംഭവം എന്ന് പോകുമ്പോൾ ഈ 3:45 നാഴിക അത് ഇന്നത്തെ നമ്മൾ സമയം വെച്ച് നോക്കുമ്പോൾ എത്ര ഉണ്ടാവും? മിനിറ്റോ മണിക്കൂറോ വെച്ചാൽ? മണിക്കൂർ വെച്ച് എത്ര ഉണ്ടാവും ആർക്കും പറയാൻ പറ്റുമോ? മണിക്കൂർ വെച്ചാൽ 3:45 നാഴിക എന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂർ ഉണ്ടാവും. 1.5 മണിക്കൂറാണ്. 2.5 നാഴിക 1 മണിക്കൂർ. 3:45 നാഴിക എന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂർ. 1.5 മണിക്കൂർ കൊണ്ടാണ് കരദൂഷണ തൃശിരാക്കളായ 3 മഹാരഥന്മാരെയും 14 സൈന്യത്തെയും രാമൻ ഒറ്റയ്ക്ക് കൊന്നത്. അന്നേരമാണ് ശരിക്കും പറഞ്ഞത് രാവണൻ ഇത് ആള് സാധാരണക്കാരനല്ല എന്ന് പറഞ്ഞിട്ടാണ് മൂപ്പര് യുദ്ധം ചെയ്യാൻ പോയിട്ട് കാര്യമൊന്നുമില്ല, നമുക്ക് സീതനെ കട്ടുകൊണ്ടുവരാന്നുള്ള പ്ലാനിലേക്ക് എത്തുന്നത്. ശരി, ചോദ്യത്ര ഇപ്പം 24ാമത്തെ ചോദ്യം. 2 ക്വസ്റ്റ്യൻ കൂടിയല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. സുഗ്രീവൻ ആരുടെ പുത്രനാണ്? സിമ്പിളായിട്ടാണ്. സുഗ്രീവൻ ആരുടെ പുത്രനാണ്? എന്തായാലും നമ്മൾ രാമായണം പൂർണ്ണമാക്കാൻ നമുക്ക് ആവില്ല. 2 ചോദ്യം കഴിഞ്ഞ് നിർത്തണ്ടേ? 5 മിനിറ്റ് കൂടി തന്ന സമയം. സുഗ്രീവൻ ആരുടെ പുത്രനാണ്? സുഗ്രീവൻ ആരുടെ പുത്രനാണെന്ന ചോദ്യം. ശരി, പെൻ ഡൗൺ. പിന്നെ എഴുതല്ലേ? ആരാ? ഹൈസ്കൂൾ വിഭാഗക്കാർക്കാണെന്ന് നമുക്കറിയാലോ, ക്വിസ് നടത്തുന്ന ആൾക്കാരെന്ന് അറിയുമ്പോൾ പെൻ ഡൗൺ എന്ന് പറഞ്ഞാൽ പെൻ ഡൗൺ ആണ്. പിന്നെ സാധാരണ രീതിയിൽ നമ്മൾ സ്കൂളിലൊക്കെ ക്വിസ് നടത്തുകയാണെങ്കിൽ പെൻ ഡൗൺ എടുത്താൽ പിന്നെ നമ്മൾ ഡിസ്ക്വാളിഫൈ ചെയ്യാം. ഇത് പക്ഷെ നമുക്ക് അതൊന്നും ചെയ്യാനില്ലല്ലോ. ശരി, സുഗ്രീവന്റെ അച്ഛൻ്റെ പേരല്ലേ ചോദിച്ചേ? ആരുടെ പുത്രനാണ്? അഗ്നിദേവനോ? അല്ല. UP വിഭാഗത്തിൽ നമ്മൾ സൂര്യൻ. ശരിയായ ഉത്തരം. സുഗ്രീവൻ സൂര്യപുത്രനാണ്. LP വിഭാഗത്തിൽ ആരുമില്ല. UP വിഭാഗത്തിൽ 10 മാത്രം. ഹൈസ്കൂൾ വിഭാഗത്തിൽ നമ്മളെ അന്നേരം എണ്ണീര് നിൽക്കണേ ടീച്ചറെ. ഹൈസ്കൂൾ 10 11 മാധേട്ട 10 11 അല്ലേ ടീച്ചർ? ഹൈസ്കൂൾ 2 മാത്രമേ ഉള്ളൂ. പൊതു അവിടെ 1 മിനിറ്റ്. 1 6 12 16 18. എളുപ്പമുള്ള ചോദ്യത്തിന് ഉത്തരവില്ലല്ലോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ഒരു പ്രത്യേകതകൾ കണ്ടോ? ശ്രീരാമാവതാരത്തിൽ സൂര്യപുത്രനാണ് വിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീരാമന്റെ കൂടെ ഉള്ളത് അല്ലേ? ഇന്ദ്രപുത്രനെ കൊന്നു ബാലി. ശ്രീകൃഷ്ണ അവതാരത്തിലോ നേരെ തിരിച്ച് അല്ലേ? ഇന്ദ്രപുത്രനായ അർജുനന്റെ കൂടെ നിന്ന് സൂര്യപുത്രനായ കർണനെ കൊന്നു. അർജുനാണ് കൊന്നത്, പക്ഷെ നരനാരായണന്മാരുടെ അവതാരമാണ്. ശരി, ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. ബാലി സുഗ്രീവ ശത്രുത നമ്മൾ എപ്പോഴും പറയുന്നത് ഒരു ബാലി സുഗ്രീവന്റെ മാതിരി ഭയങ്കര ശത്രുത പറയാണ്.
ബാലി സുഗ്രീവ ശത്രുതയ്ക്ക് കാരണമായ അസുരനാണ്. ബാലി സുഗ്രീവ ശത്രുതയ്ക്ക് കാരണമായ അസുരനാണ്. ശരി, പെണ്ണ് ഒരു പ്രാവശ്യം പെണ്ണ് സത്യമായിട്ടായിരുന്നു. ശരി, എൽ ബി ഭാഗത്ത് അറിയുന്നുണ്ടോ? അവസാനത്തൊന്ന് മായാവിയാണ്. രണ്ടുപേരാണ്. എൽ പി ആരും ഇല്ലല്ലോ അല്ലേ? നോക്കില്ലേ? എൽ പി ആരും ഇല്ല. 3 10 മാത്രമേ. ഹൈസ്കൂളോ? 2 7 മാത്രമേ. പൊതുവിഭാഗം അതായത് മായാവി പൊതുവിഭാഗം കാര്യം 1 6 12 മാത്രം അറിയാം. 1 6 12 അതായത് ഭാര്യയെ മായാവി എന്ന് പറയുന്നത് മായാവി എന്ന് പറയുന്ന രാക്ഷസൻ വന്നിട്ട് യുദ്ധത്തിന് വിളിക്കുകയാണ്.